സർക്കാരിന് ആശ്വാസം. മാരിടൈം ബോർഡ് പിരിച്ചുവിട്ടതിൽ സ്റ്റേ ഇല്ല. ഇടക്കാല ഉത്തരവ് വേണമെന്ന ആവശ്യം ഹൈക്കോടതി അനുവദിച്ചില്ല. സർക്കാർ നടപടിക്കെതിരായ ഹർജി ഹൈക്കോടതി പക്ഷെ ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. ബിനിലുണ്ട്. ബിനിൽ, വിവരങ്ങൾ. രതീഷ്, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ ഒരു തീരുമാനമാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. കേരള മാരിടൈം ബോർഡ് നേരത്തെ പിരിച്ചുവിട്ടിരുന്നു. പുതിയ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമായിരുന്നു, ഒരു രാഷ്ട്രീയ തീരുമാനമായിരുന്നു. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജി വരികയായിരുന്നു. അവർ ഇടക്കാല ആവശ്യമായി മുന്നോട്ട് വെച്ചിരുന്നത് ആ സ്റ്റേ ആണ്. പക്ഷേ ആ സ്റ്റേ ആവശ്യം ഹൈക്കോടതി അനുവദിച്ചില്ല. അതേസമയം സർക്കാർ തീരുമാനത്തിനെതിരായ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ തുടർ നടപടികൾ ഇനി കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകും. എന്തായാലും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു അടിയന്തര ഇടപെടൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നില്ല എന്നതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്താണ് മാരിടൈം ബോർഡ് രൂപീകരിക്കുന്നത്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് മാരിടൈം ബോർഡ് രൂപീകരിച്ച സംസ്ഥാനത്തെ തീരമേഖലയിലുള്ള തുറമുഖങ്ങളെല്ലാം തന്നെ ആ മാരിടൈം ബോർഡിന് കീഴിലേക്ക് കൊണ്ടുവരികയായിരുന്നു. നേരത്തെ പോർട്ട് ഡിപ്പാർട്ട്മെന്റ്, തുറമുഖ വകുപ്പിന് കീഴിലുള്ള തുറമുഖങ്ങളൊക്കെയാണ് മാരിടൈം ബോർഡിന് കീഴിലേക്ക് കൊണ്ടുവന്നിരുന്നത്. ഇപ്പോൾ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു. വി.ഡി. സതീശൻ മുഖ്യമന്ത്രി നേരിട്ട് തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുകയാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഇതിനുണ്ട്. അങ്ങനെ ആ തുറമുഖ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോഴാണ് ഇടയ്ക്കുള്ള ഒരു ഏജൻസി എന്ന നിലയിൽ മാരിടൈം ബോർഡ് ഉണ്ടായിരുന്നത്. അതിനെ പിരിച്ചുവിടുകയാണ് യു.ഡി.എഫ് സർക്കാർ ചെയ്തത്. അതിലാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഹർജി വന്നിരിക്കുന്നത്. നേരത്തെ CAG-യുടെ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ഉണ്ടായിരുന്നു. 2023 മാർച്ച് വരെയുള്ള ഓഡിറ്റ് റിപ്പോർട്ട് പ്രകാരം തുറമുഖത്തിൽ നിന്നുള്ള വരുമാന കുടിശ്ശിക പിരിച്ചെടുക്കൽ, അക്കാര്യത്തിലൊക്കെ വീഴ്ചയുണ്ടായി. ഫണ്ട് വിനിയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് വീഴ്ചയുണ്ടായി. ഫണ്ട് വകമാറ്റി ചിലവഴിക്കൽ, അങ്ങനെ CAG റിപ്പോർട്ടടക്കം ഉണ്ടായിരുന്നു. അത് കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ബോർഡ് പിരിച്ചുവിട്ടത്. അക്കാര്യത്തിലാണ് ഇപ്പോൾ സ്റ്റേ ഹൈക്കോടതി അനുവദിക്കാത്തത്.